നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെയ് മാസത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും അമിത ചിലവുകൾ നിയന്ത്രിക്കുവാനും കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കുവാനും ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു മണി അട്രാക്റ്റിംഗ് മന്ത്രത്തെക്കുറിച്ചും കൂടാതെ മെയ് മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ മെയ് മാസത്തിൽ ചൊല്ലേണ്ട മണി മന്ത്രത്തെക്കുറിച്ച് പറയാം. ഈ മെയ് മാസം മുഴുവനും ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും തടസ്സങ്ങൾ ഇല്ലാതാകുവാനും സമ്പൽ സമൃദ്ധി വർദ്ധിക്കുവാനും ചെയ്യുന്ന ഏത് കാര്യത്തിലും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും, അത് തൊഴിലിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ശരി, അതിനുവേണ്ടി ഈ ഒരു മെയ് മാസത്തിൽ ഹനുമാൻ സ്വാമിയെയും ഭൈരവനെയും വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ ഈ ഒരു മാസം മുഴുവനും കൂടുതൽ നന്മകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുകയോ അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല, വടമാല പോലെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയിൽ വെറ്റിലമാല ചാർത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും നല്ലതാണ്. ഇനി മെയ് മാസത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും അമിത ചിലവുകൾ നിയന്ത്രിക്കുവാനും കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കുവാനും ചൊല്ലേണ്ട അതിശക്തിയാർന്ന മണി അട്രാക്റ്റിംഗ് മന്ത്രം ഏതാണെന്ന് നോക്കാം. മെയ് റൈസ് ഗോൾഡൻ റൈസ്. ഈ മന്ത്രം മെയ് മാസം മുഴുവനും ചൊല്ലുക. ഇത് ചൊല്ലുന്നതിലൂടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. മാത്രമല്ല, പണം സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ഈ ഒരു മാസം മുഴുവനും ജീവിതത്തിൽ അഭിവൃദ്ധി വർദ്ധിക്കുന്നതുമാണ്. ഈ മണി മന്ത്രം രാവിലെ ഒരു 5 മിനിറ്റ്, ഉച്ചയ്ക്ക് 5 മിനിറ്റ്, വൈകിട്ട് 5 മിനിറ്റ്, ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ മെയ് മാസത്തിൽ 31 ദിവസമാണുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ഉണർന്ന ഉടൻ ഈ മന്ത്രം 31 തവണ ചൊല്ലുന്നതും നല്ലതാണ്. ഈ പറഞ്ഞ 2 രീതിയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചൊല്ലേണ്ടത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി നോക്കൂ. ഈ ഏപ്രിൽ മാസത്തേക്കാളും നല്ലൊരു മാറ്റം മെയ് മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇനി ചിലരെ സംബന്ധിച്ച മന്ത്രം എഴുതുവാനായിരിക്കും അവർക്ക് താല്പര്യം. അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസത്തിൽ 1 പേജ് എന്ന കണക്കിൽ ഈ മന്ത്രം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ വരയിടാത്ത നോട്ട്ബുക്കിൽ മന്ത്രം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുകൂടാതെ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ഇടത് കൈയിൽ വാച്ച് കെട്ടുന്ന ആ ഒരു ഭാഗത്ത് ഈ മന്ത്രം എഴുതുന്നതും നല്ലതാണ്. ഇനി എഴുതുമ്പോൾ റെഡ് അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ട് ഇത് എഴുതാവുന്നതാണ്. ഇനി ഈ മന്ത്രം ചൊല്ലുന്നവരാണെങ്കിലും അതല്ല എഴുതുന്നവരാണെങ്കിലും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുവാൻ അല്ലെങ്കിൽ ഇരട്ടി ഫലം ലഭിക്കുവാൻ മന്ത്രത്തിനോടൊപ്പം ഇനി പറയുന്ന ഈ മാജിക് നമ്പർ കൂടി എഴുതി നോക്കൂ. പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ്. അതായത് മെയ് റൈസ് ഗോൾഡൻ റൈസ്. ഈ ഒരു സ്വിച്ച് വേർഡിനോടൊപ്പം 37211183 ഈ ഒരു മാജിക് നമ്പർ കൂടി ചൊല്ലുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്താൽ അതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പണം ആകർഷിക്കുന്നതാണ്. ഇനി അടുത്തതായി മെയ് മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവായി ഈ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് കടക്കെണി അഥവാ കടബാധ്യത. ഓരോരുത്തർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതരത്തിലുള്ള കടബാധ്യതകളുമുണ്ട്. വീട് വെക്കുന്നതിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, വിവാഹം നടത്തുന്നതിന്, ഇനി അതല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിന് ബാങ്ക് ലോൺ, ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങിച്ച പണം, ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിച്ച കടബാധ്യത, ഇതിനെല്ലാം പുറമെ സ്വർണം പണയം വെച്ച് വാങ്ങിച്ച കടവും. ഇങ്ങനെ പലർക്കും പല രീതിയിലാവും കടബാധ്യത ഉണ്ടാവുക. ഇനി സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ളവർ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടി അവർ തങ്ങളുടെ ആവശ്യം ചെയ്തു തീർക്കാറുണ്ട്. തിരിച്ചു കൊടുക്കാമെന്നൊരു പ്രതീക്ഷയിലായിരിക്കും കടം വാങ്ങുന്നത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പലർക്കും വാങ്ങിയ കടം അല്ലെങ്കിൽ തങ്ങളുടെ ലോണുകൾ ഇതുവരെയും അടച്ചു തീർക്കുവാനോ കൊടുത്തു തീർക്കുവാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇങ്ങനെ കടബാധ്യത മൂലം ഊണും ഉറക്കവുമെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും നമ്മളിൽ ഓരോരുത്തരും.
കടബാധ്യത മൂലം വിഷമിക്കുന്നവർക്ക് വളരെ നല്ലൊരു പരിഹാര മാർഗമാണ് മൈത്രേയ മുഹൂർത്തം. ജ്യോതിഷശാസ്ത്ര പ്രകാരം കടങ്ങൾ അടച്ചു തീർക്കുവാൻ അല്ലെങ്കിൽ കൊടുത്തു തീർക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം. നിങ്ങൾക്ക് ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയുണ്ടെങ്കിലും എല്ലാ മാസവും വരുന്ന ഈ മൈത്രേയ മുഹൂർത്തം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് അടച്ചു തീർക്കുവാൻ അല്ലെങ്കിൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കടത്തിൻ്റെ മുതലിൻ്റെ ഒരു ഭാഗം മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കടം വാങ്ങിയ വ്യക്തിക്ക് കൊടുത്തു തീർക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ മുഴുവൻ തുകയും നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. അത്രയേറെ മാജിക്കൽ പവറുള്ള ഒരു ടൈമാണിത്. ഒരു മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മൈത്രേയ മുഹൂർത്തങ്ങൾ വരാറുണ്ട്. മെയ് മാസത്തിൽ 2 മൈത്രേയ മുഹൂർത്തങ്ങളാണ് വരുന്നത്. മെയ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം എന്നാണെന്ന് നോക്കാം. മെയ് 13-ാം തീയതി ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6:29 മുതൽ രാത്രിയിൽ 8:40 വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. ചൊവ്വാഴ്ച ദിവസം മൈത്രേയ മുഹൂർത്തം വന്നാൽ അതിന് 100% ഫലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം ഒരു കാരണവശാലും ആരും മിസ്സാക്കരുത്. കാരണം ഇത്രയും പവർഫുള്ളായ ഒരു സമയം ഇനി ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത്. ഇനി മെയ് മാസത്തിലെ 2ാമത്തെ മൈത്രേയ മുഹൂർത്തം മെയ് 25-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 3:19 മുതൽ 5:06 വരെയാണ് വരുന്നത്. മെയ് മാസത്തിൽ വരുന്ന ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ഈ 2ാമത്തെ മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്താവുന്നതാണ്. മൈത്രേയ മുഹൂർത്തം എന്താണെന്നും മൈത്രേയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്നും ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവർക്ക് മൈത്രേയ മുഹൂർത്തം വരുന്ന ദിവസം എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് പറയാം. മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതിനുള്ളിൽ വേണം ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ കടം കൊടുക്കുവാനുള്ള വ്യക്തിക്ക് മൈത്രേയ മുഹൂർത്തത്തിൽ തന്നെ കുറച്ചു പണം, അതായത് ഒരു കാരണവശാലും പലിശ നൽകരുത്. മുതലിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ 2 രീതിയിലും പണം നൽകുവാൻ സാധിക്കാത്തവർ, അതുപോലെ തന്നെ അതിനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അങ്ങനെയുള്ളവരും മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് കടമാണോ വീടാനുള്ളത് അതിനുവേണ്ടി പണം കവറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി മൈത്രേയ മുഹൂർത്തത്തിൽ പണം കവറിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വഴിപാട് ചെയ്യുവാൻ ഒരു പ്ലെയിൻ കവർ, ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം, പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നിശ്ചിത തുക, ഇത്രയുമാണ് ആവശ്യമുള്ളത്. ബേ ലീഫിൽ ആദ്യം തന്നെ ഏത് കടമാണ് നിങ്ങൾക്ക് വീടാനുള്ളത് ആ കടം തീരണമെന്നെഴുതുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വീട് ലോണാണ് കുടിശ്ശികയെങ്കിൽ വീട് ലോൺ തീരണം എന്നെഴുതുക. ആ ഇലയുടെ ഏറ്റവും മുകളിലായിട്ട് വേണം എഴുതേണ്ടത്. ഇങ്ങനെ ഒരു ഇലയിൽ ഒരു 6 മാസം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് ഇലയുടെ 2 പുറവും തീരുന്നത് വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതിയതിന് ശേഷം പ്ലെയിൻ കവറിലേക്ക് ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ കടം എത്രയും പെട്ടെന്ന് തന്നെ തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്ലെയിൻ കവറിലേക്ക് ആദ്യം പച്ചക്കർപ്പൂരം വയ്ക്കുക. പിന്നീട് എഴുതിയ ബേ ലീഫ് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ തുക കവറിലേക്ക് വയ്ക്കാവുന്നതാണ്. 100 രൂപയോ 200 രൂപയോ 500, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള തുക വയ്ക്കുക. ഇനി ഇത്രയും പണമില്ല എങ്കിൽ 10ഓ 20ഓ രൂപയോ നിങ്ങൾക്ക് കവറിലേക്ക് വയ്ക്കാം. ഇങ്ങനെ എല്ലാ മാസത്തിലും വരുന്ന മൈത്രേയ മുഹൂർത്തത്തിൽ ഈ കടം തീരണമെന്ന് ഇലയിൽ എഴുതി നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ തുക കവറിലേക്ക് വെക്കുക. ഒരു കാരണവശാലും ആ കടം തീരുന്നതുവരെ കവറിൽ വെച്ച പണം തിരിച്ചെടുക്കുവാൻ പാടില്ല. ഈ മൈത്രേയ മുഹൂർത്തത്തിൽ പണം കവറിലേക്ക് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കടമുണ്ടോ അത്രയും കടത്തിനായി പ്രത്യേകം കവറുകൾ എടുത്ത് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി മൈത്രേയ മുഹൂർത്തം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായും എത്ര തീർക്കാൻ സാധിക്കാത്ത കടബാധ്യത പോലും നിഷ്പ്രയാസം തീർന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് കടബാധ്യത മൂലം വിഷമിക്കുന്നവർ ഈ ഒരു അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. മെയ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നവരെല്ലാവരും മെയ് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്തുക. കാരണം മെയ് മാസത്തിൽ കൂടുതൽ എഫക്റ്റീവായ അല്ലെങ്കിൽ പവർഫുള്ളായ സമയം അതാണ്. മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്ത് ഒരുപാട് പേർക്ക് അവരുടെ കടങ്ങൾ തീർക്കുവാനും പണയ സ്വർണം തിരികെ എടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.